theborderofamind.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി പരമ്പരയുടെ പുതിയൊരു ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ എത്രയൊക്കെ അറിവുണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഒരു കുട്ടിയുടെ ചെറിയൊരു ചോദ്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് പതറുമല്ലേ? ശരിയാണ്. ശരിക്കും അതൊരു കാര്യമാണ്. അജ്മലിന്റെ ബ്ലോഗിലെ theborderofamind.comലെ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് എ ചൈൽഡ്സ് വൈ. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ചിന്തകളും കലകളുമൊക്കെ പങ്കുവയ്ക്കുന്ന വർഷങ്ങളായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ആണത്. ഒരു പ്രത്യേക ഇടം തന്നെയാണത്. അതെ, അറിവിനോടുള്ള നമ്മുടെയൊക്കെ ഒരു ആകാംക്ഷ, ഒരു അത്ഭുതം, അതൊക്കെ കണ്ടെത്താനും ഒരു തരത്തിൽ ആഘോഷിക്കാനുമുള്ള ഒരിടം. അപ്പോൾ ഇന്ന് നമ്മൾ ആ ലേഖനത്തിലേക്കാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത്. അജ്മൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ ആ നിഷ്കളങ്കമായ എന്തുകൊണ്ട് എന്ന ചോദ്യമില്ലേ, അത് നമ്മൾ നേടിയെന്ന് കരുതുന്ന അറിവിന് മുന്നിൽ നമ്മളെ എത്ര വിനയമുള്ളവരാക്കുന്നു എന്നാണ്. ശരിയാണ്. തത്വചിന്ത പഠിച്ചു, ചരിത്രം പഠിച്ചു എന്നൊക്കെ പറഞ്ഞാലും ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ചെറുതായി പോകുന്നു. വളരെ ശരിയാണ്. അജ്മൽ അവിടെ ഒരു പ്രധാന കാര്യം നിരീക്ഷിക്കുന്നുണ്ട്. അതായത് അറിവിന്റെ ലോകം മുഴുവൻ മനസ്സിലാക്കിയെന്ന് കരുതുന്ന പണ്ഡിതന്മാർ പോലും ഒരു കുട്ടിയുടെ ആവർത്തിച്ചുള്ള എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ ചിലപ്പോ നിശബ്ദരായി പോകും. ശരിയാണ്. നമ്മുടെ അറിവിനെ കുറിച്ചുള്ള ആ ഒരു ഉറച്ച ധാരണകളില്ലേ, അതൊക്കെ എത്ര ദുർബലമാണെന്ന് ആ നിമിഷം മനസ്സിലാവും. തീർച്ചയായും. പലപ്പോഴും നമ്മൾ മുതിർന്നവർ കൊടുക്കുന്നൊരു മറുപടി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞതുകൊണ്ട്. അത് കുട്ടികൾക്ക് അവർക്ക് തൃപ്തിയാവില്ല. അവർക്ക് അതിന്റെ പുറകിലെ കാരണം അറിയണം, വീണ്ടും വീണ്ടും ചോദിക്കും. അതെ അതെ, ആ ഒരു അന്വേഷണം. ഇത് നമ്മുടെ ഉള്ളിലെ ഒരു അറിവിന്റെ പേരിലുള്ള അഹംഭാവത്തെ കുറയ്ക്കുന്നുണ്ട് എന്നും അജ്മൽ പറയുന്നുണ്ട്. തീർച്ചയായും. ഇതിനെ അജ്മലിന്റെ ചിന്തയുടെ ഒരു വലിയ ക്യാൻവാസിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അറിവ് എത്രത്തോളം കുറവാണെന്ന്, അപൂർണമാണെന്ന്. അതെ, ഓരോ ഉത്തരം കിട്ടുമ്പോഴും ശരിക്കും അതിന്റെ പിന്നാലെ പുതിയ ചോദ്യങ്ങൾ വരെയാണ്. ശരിയാണ്. അദ്ദേഹം പറയുന്ന പോലെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചിലപ്പം വരുന്നത് ഈ ചെറിയ കുട്ടികളുടെ മനസ്സിൽ നിന്നായിരിക്കും. അതെ അതെ, നമ്മുടെ വൈദഗ്ധ്യം എത്ര വലുതാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഈ കുട്ടികളുടെ തുടർച്ചയായ ചോദ്യങ്ങൾ ആ അറിവിന്റെ ഒരു അതിര് നമുക്ക് കാണിച്ചു തരും. ശരിയാണ്. ലിമിറ്റേഷൻസ്, അറിയാത്ത കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട് എന്നൊരു തിരിച്ചറിവ്, ആ ഒരു വിനയം, അതാണ് ഈ ലേഖനം ശരിക്കും നൽകുന്നത്. ശരിക്കും അജ്മലിന്റെ ഈ ലേഖനം വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചിന്ത വരുന്നുണ്ട്. നമ്മൾ മുതിർന്നവരല്ലേ, നമ്മളിൽ പണ്ടത്തെ ആ കുട്ടിയുടെ അത്രയും ജിജ്ഞാസ, ആ ഒരു ചോദ്യം ചോദിക്കാനുള്ള വാസന, അതെത്രത്തോളം ബാക്കിയുണ്ട്? അതൊരു നല്ല ചോദ്യമാണ്. അതോ നമ്മൾ അറിവ് നേടുന്നതിനനുസരിച്ച് ചിലപ്പോ ഉത്തരം അറിയില്ല എന്ന് സമ്മതിക്കാനുള്ള മടി കൊണ്ട് നമ്മൾ ആ ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണോ ചെയ്യുന്നത്? ശരിയാണ്. ആ ചോദ്യം ചെയ്യാനുള്ള ഒരു മടി വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അജ്മലിന്റെ ഈ ചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: കുട്ടികളുടെ ചോദ്യങ്ങൾ അറിവിന്റെ പരിമിതികളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നു, ഒരു വിനയം നൽകുന്നു. അതെ, ഒരു വിനയം നൽകുന്നു. ഒപ്പം എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊരു ബോധ്യം അത് ഉറപ്പിക്കുന്നു. അജ്മലിന്റെ കൂടുതൽ ചിന്തകളും കലകളും പിന്നെ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റുകളും ഒക്കെ കേൾക്കാനും അറിയാനും താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്ലോഗ് theborderofamind.com നിങ്ങൾക്ക് സന്ദർശിക്കാം. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, ഈ ജിജ്ഞാസയെയും അത്ഭുതങ്ങളെയും ഒക്കെ ആഘോഷിക്കുന്ന ഒരിടമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. തീർച്ചയായും. ഓർക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ ആ ചോദ്യം ചെയ്യാനുള്ള ഒരു കഴിവില്ലേ, അത് ചിലപ്പോ നമ്മളിലെ ഓരോരുത്തരിലുമുള്ള ആ അന്വേഷണ ത്വരയെ വീണ്ടും ഒന്ന് തട്ടി ഉണർത്താനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതെ, ആ ഒരു സ്പാർക്ക് നിലനിർത്തുക എന്നത് പ്രധാനമാണ്. ശരിയാണ്. അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളുമായി ഞങ്ങളുടെ ഈ കമന്ററി പരമ്പരയുടെ അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. തീർച്ചയായും. അതുവരെ കാത്തിരിക്കും.